ഇനി മുതൽ മാസം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 TV വരെ ലൈവ് TV ചാനൽസ് ഒരേ സമയം കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് മൊബൈൽ വഴി എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ ലൈവ് TV ചാനൽസ് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. സോ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സൺ ഡയറക്റ്റ് ആണ് ഈ ഒരു പുതിയ സർവീസ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നിലവിലുള്ള സൺ ഡയറക്റ്റിൻ്റെ യൂസേഴ്സിനും പുതിയതായിട്ട് കണക്ഷൻ എടുക്കുന്നവർക്ക് ഈ ഒരു സർവീസ് ഇപ്പോൾ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഈ സർവീസ് എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ സൺ ഡയറക്റ്റിൻ്റെ DTH കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ സർവീസ് എന്നുള്ള രീതിയിലാണ് ഈ ലൈവ് TV, അതായത് സെക്കൻഡറി ലൈവ് TV ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പം ഒന്നാമത്തെ TVയിൽ നമ്മൾ നോർമലി ഉള്ള പോലെ തന്നെ അവരുടെ സെറ്റ് ടോപ്പ് ബോക്സും ഡിഷ് ആൻറ്റിനയും വെച്ച് നമ്മൾ ചാനൽ കാണുന്നു. രണ്ടാമത്തെ TV നമുക്ക് ഇത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, സൺ ഡയറക്റ്റ് ഗോ എന്ന് പറഞ്ഞത്. ആ ഒരു മൊബൈൽ ആപ്പ് വഴിയാണ് രണ്ടാമത്തെ TVയിൽ നമുക്ക് ഈ സെയിം ലൈവ് TV ചാനൽസ് കാണാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ കേസ് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സൺ ഡയറക്റ്റിൻ്റെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൺ ഡയറക്റ്റ് ഗോ എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന്, അത് ആൻഡ്രോയിഡ് TV അല്ലെങ്കിൽ ഗൂഗിൾ TV യൂസ് ചെയ്യാം. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ TVയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ സൺ ഡയറക്റ്റിനെ രജിസ്റ്റർ ചെയ്തേക്കുന്ന സെയിം മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഒന്ന് രജിസ്ട്രേഷൻ ഉണ്ട്. അത് ഈ നമ്പർ നമ്മൾ സൺ ഡയറക്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ജസ്റ്റ് പാസ്വേഡ് സെറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആപ്പിൽ നമ്മൾ ആ സെയിം നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൺ ഡയറക്റ്റിൽ കണക്ഷൻ എടുത്തേക്കുന്ന ഏത് പ്ലാനാണോ ആ പ്ലാൻ നമുക്ക് ഈ ആപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആ പ്ലാനിലുള്ള എല്ലാ ചാനലും നമുക്ക് ഈ ആപ്പിൻ്റെ അകത്തൂടെ കാണാൻ പറ്റും. അപ്പം ഒന്നാമത്തെ കണക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് TV, 2 TV ഉണ്ടെങ്കിൽ ഒന്നാമത്തെ TVയിൽ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഉള്ള പോലെ തന്നെ DTHും അതായത് ഡിഷ് ആൻറ്റിനെയും സെറ്റ് ടോപ്പ് ബോക്സും വെച്ച് കണ്ട് രണ്ടാമത്തെ TVയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻ്റർനെറ്റ് വഴിയാണ് ഈ ചാനൽ കാണുന്നത്. സെയിം പാക്കേജ് നമുക്ക് അപ്പോൾ രണ്ടിടത്തും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സൺ ഡയറക്റ്റ് ഗോ എന്ന് പറഞ്ഞ ആപ്പ് ശരിക്കും പറഞ്ഞാൽ ലൈവ് TV ആപ്ലിക്കേഷൻ മാത്രമല്ല, അതൊരു OTT ബേസ്ഡ് ആപ്ലിക്കേഷൻ. അവർ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയാണ്. ലൈവ് TV ആദ്യം സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് OTT സ്റ്റാർട്ട് ചെയ്തു. അപ്പം പക്ഷേ രണ്ടും ഇപ്പം നിലവിൽ വർക്കിംഗ് ആണ്. OTTക്ക് സെപ്പറേറ്റ് പ്ലാനാണ്. നമ്മുടെ ഈ ലൈവ് TVയുടെ കേസല്ല. OTT സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ ലൈവ് TV സെക്ഷൻ സൺ ഡയറക്റ്റിൻ്റെ DTH യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ലൈവ് TV ആണെന്നുണ്ടെങ്കിൽ സൺ ഡയറക്റ്റിൻ്റെ ഈ കണക്ഷൻ യൂസ് ചെയ്തേക്കുന്ന സെയിം നമ്പർ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ അവിടെ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ OTTയുടെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അതുകൊണ്ട് തന്നെ സൺ ഡയറക്റ്റിൻ്റെ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് OTT എടുക്കാൻ പറ്റും, പക്ഷേ ലൈവ് TV കിട്ടത്തില്ല. ലൈവ് TV സൺ ഡയറക്റ്റിൻ്റെ DTH യൂസേഴ്സ് മാത്രമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്ലാനിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ലൈവ് TV നമുക്ക് ആപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്ലാൻ എടുത്തേക്കുന്ന ആൾക്കാരും കിട്ടില്ല. അവരുടെ സ്പെഷ്യൽ റീചാർജുകളുണ്ടല്ലോ, ഈ NCF, മറ്റേ FTA പ്ലാൻ, പിന്നെ നമ്മൾ കട്ടായി കിടക്കുന്നവർക്കുള്ള പ്ലാൻ, അങ്ങനത്തെ പ്ലാനൊന്നും ചെയ്യുന്നവർക്ക് ഈ ലൈവ് TV ആപ്പ് കിട്ടത്തില്ല. ലൈവ് TVക്ക് മന്ത്ലി 250 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള റീചാർജ് ചെയ്യണം. നിങ്ങളുടെ പ്ലാൻ 250 അതിന് മുകളിലോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് TV ആപ്പ് വഴിയും കിട്ടും. അങ്ങനെ 2 TV, അതായത് ഒറിജിനൽ നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സ് വെച്ച് രണ്ടാമത്തേത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് വെച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് TV തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. നമുക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ കൂടെ ലൈവ് TV കാണാം. അപ്പോൾ നിങ്ങൾക്ക് TVയിലാണ് കണ്ടെങ്കിൽ TVയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് TV കാണാം. ഇനി അതല്ല പുറത്തോട്ട് പോകുന്ന സമയത്ത് അവരുടെ മൊബൈൽ ആപ്പിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആൻഡ്രോയിഡിനും ഉണ്ട് ഐഫോണിനും ഉണ്ട്. അവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെയിം ചാനൽസ് മൊബൈലിൽ കൂടെയും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഫോണിൽ യൂസ് ചെയ്യാം, TVയിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ചാനൽ ലൈനപ്പിലേക്ക് നോക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാക്കേജ് ഏതാണോ ആ പാക്കേജ് അനുസരിച്ചുള്ള ചാനലുകളാണ് നമുക്ക് ആപ്പിൽ കൂടെ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റാറിൻ്റെ ചാനലുകളായ നാഷണൽ ജിയോഗ്രഫിക്ക്, വൈൽഡ് അങ്ങനെയൊക്കെയുള്ള ചാനൽ നമ്മുടെ മൊബൈൽ ആപ്പിൽ നിലവിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ ഏഷ്യാനെറ്റ് മൂവീസും പ്ലസും ഒക്കെ നിലവിലുണ്ട്. അത് ഹോട്ട്സ്റ്റാറിൽ കൂടെയാണ് പ്ലേ ആകുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, TV ആപ്പിലേക്ക് വരുമ്പോഴത്തേന് സ്റ്റാറിൻ്റെ ഒരു ചാനലും TV ആപ്പിലില്ല. അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റും കിട്ടില്ല, പ്ലസും മൂവീസും ഒന്നും കിട്ടില്ല. അത് നേരത്തെ തുടക്കത്തിൽ അതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറിൻ്റെ ചാനലുകളൊന്നും നമുക്ക് സൺ ഡയറക്റ്റ് കൂടെ TV ആപ്പിൽ വർക്ക് ചെയ്യില്ല. പക്ഷേ മൊബൈലിൽ നമുക്ക് ഏഷ്യാനെറ്റ് മൂവീസും പ്ലസും എല്ലാം കിട്ടുന്നുണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ കൂടെ നമുക്ക് കാണാനും പറ്റും. പക്ഷേ ബാക്കി ഉള്ള എല്ലാ ചാനലുകളും നമുക്ക് അതിൽ അവൈലബിൾ ആണ്. മലയാളത്തിൻ്റെ ബാക്കി എല്ലാ ചാനലും ഉണ്ട്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി, സ്പോർട്സ് എല്ലാം തന്നെ കിട്ടും. ഈ പറഞ്ഞ പോലെയാണ് സ്റ്റാറിൻ്റെ ചാനലുകൾ നമുക്ക് TVക്കകത്ത് TV ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയാണ്. ആപ്പ് വഴി നമുക്ക് ചാനൽ നല്ല ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. HD ചാനലൊക്കെ അതിൻ്റേതായ ക്വാളിറ്റിയിലും. പിന്നെ SD ചാനലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ ചാനലുകൾക്ക് ഉള്ള മാക്സിമം ക്വാളിറ്റി നമുക്ക് ഈ ആപ്പ് വഴി കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലും ചില ചാനലുകൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ വേണം മലയാളത്തിലെ സൂര്യ മൂവീസ് നോർമലി ഒരു SD ചാനലാണ്. നമ്മളിപ്പോൾ കേബിൾ വഴി ആയിക്കോട്ടെ, DTH ആയിക്കോട്ടെ, എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് SD ചാനലാണ്. പക്ഷേ ഈ സൺ ഡയറക്റ്റ് ഗോ ആപ്പിൽ കൂടെ ഈ ചാനൽ ആക്ച്വലി അത് SD ആണെങ്കിലും HD ക്വാളിറ്റിയിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഫുൾ HD തന്നെയാണ്. നമുക്ക് ആ ഒരു ക്വാളിറ്റി സൺ നെക്സ്റ്റിൻ്റെ ആപ്പിൽ പോലും കിട്ടില്ല. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ആ ഒരു ചാനൽ, അങ്ങനെ 2-3 ചാനലുണ്ട്, മറ്റേ കന്നഡയിലും തെലുങ്കിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
നമ്മുടെ മൂവീസ്, അതായത് സൂര്യ മൂവീസ് HD ക്വാളിറ്റിയിലാണ് ഈ ആപ്പിൽ കൂടെ സ്ട്രീം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവരുടെ ലൈവ് TV ചാനലിൻ്റെ കേസ് പറയുമ്പോൾ ഇവർ റീസെൻ്റ് ആയിട്ടാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ ചിന്തിക്കും ടാറ്റ പ്ലേ ഒക്കെ നേരത്തെ തൊട്ട് ലൈവ് TV കൊടുക്കുന്നുണ്ടല്ലോ പാക്കേജ് അനുസരിച്ചെന്നുള്ളത്. പക്ഷേ ടാറ്റ പ്ലേയുടെ ഒക്കെ കേസിലുള്ളത് ഇപ്പം എയർടെലും കൊടുക്കുന്നുണ്ട്. എയർടെലിൽ നിന്ന് ചാനൽ കുറവാണ്, പക്ഷേ ടാറ്റ പ്ലേ ആണ് ഒരുമാതിരി എല്ലാ ചാനലും കിട്ടുന്നത്. ടാറ്റ പ്ലേയുടെ കേസിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർ നിലവിൽ ടാറ്റ പ്ലേയുടെ അവരുടെ മൊബൈൽ ആപ്പിൽ കൂടെ മാത്രമാണ് നമുക്ക് ലൈവ് TV കാണാൻ പറ്റുന്നത്. അത് മൊബൈലിലോ ടാബിലോ നമുക്ക് കാണാൻ പറ്റും, സിസ്റ്റത്തിലും വെബ് വഴിയും കിട്ടും. പക്ഷേ നമുക്ക് ഡയറക്റ്റ്ലി TV കാണാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവരുടെ കേസിൽ നമുക്ക് നോക്കുമ്പോഴത്തേന് നമുക്ക് ഈ ആപ്പ് വഴി TVയിലും കാണാം മൊബൈലിലും കാണാനുള്ള ഒരു പ്രൊവിഷൻ തരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ്. മറ്റേ ടാറ്റ പ്ലേ പണ്ടോട്ടം ഉണ്ടെങ്കിലും അത് നമുക്ക് മൊബൈലിൽ മാത്രമേ ഉള്ളൂ. ഇവരുടെ കേസിൽ നമുക്ക് മൊബൈലിലും TVയിലും കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവർ ലോഗിൻ ഒരേ സമയം ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ TV ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് TV കാണാം. നെക്സ്റ്റ് ടൈം നമ്മൾ മൊബൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി TVയിൽ നിന്ന് ലോഗൗട്ട് ആയി പോകും. വീണ്ടും നമ്മൾ TV ലോഗിൻ ചെയ്യുകയാണെങ്കിൽ മൊബൈലിൽ നിന്ന് ലോഗൗട്ട് ആയി പോകും. അപ്പം ഒറ്റ ടൈം ഒറ്റ ഡിവൈസിൽ ലോഗിൻ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയാണ് ഒന്നിലധികം TV ഉണ്ട്, അതല്ല നിങ്ങൾക്ക് മൊബൈലിലും ഒക്കെ TV കാണണം എന്നൊരു ഓപ്ഷൻ നോക്കുന്ന ഒരാളാണെങ്കിൽ സൺ ഡയറക്റ്റ് ഇപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. നിലവിൽ ജിയോ TV ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ ജിയോയുടെ ഫൈബർ എടുക്കുന്നവർക്ക് TV സെറ്റ് ബോക്സ് വഴിയും പിന്നെ സെക്കൻഡറി ആപ്പ് വഴിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തതായ ഫൈബർ കണക്ഷൻ കാര്യങ്ങൾ എടുക്കണം. പക്ഷേ ഇതാകുമ്പോഴത്തേന് നിലവിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫൈബർ ഉണ്ടെന്ന് അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ TV സർവീസ് മാത്രം മതിയെങ്കിൽ സൺ ഡയറക്റ്റ് ആണ് നല്ലൊരു ഓപ്ഷൻ. കാരണം 250 രൂപയെ നമുക്ക് മന്ത്ലി ആകുന്നുള്ളൂ. 2 TVയിൽ കാണുകയും ചെയ്യും. ഇനി മൊബൈലിൽ വേണമെങ്കിൽ മൊബൈലിലും കാണാം. പിന്നെ സൺ ഡയറക്റ്റിൻ്റെ DTH യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയായിരിക്കും അതിലെ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല മോശം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആപ്പിലേക്ക് വരുമ്പോൾ അതല്ല സ്ഥിതി. ആപ്പിൽ നല്ല ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് പിക്ചറെല്ലാം കിട്ടുന്ന, സൗണ്ടും അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ചില ചാനൽസൊക്കെ നോർമൽ SD പോലും HDയിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ 2 TVയിലൊക്കെ കാണണമെന്നുള്ളവർക്ക് അത്യാവശ്യം നോർമൽ, അതായത് 250 എന്ന് പറയുമ്പോഴത്തേന് 2 TV കാണുമ്പം 125 രൂപ സംതിങ് ആവുന്നുള്ള ഒരു TVയുടെ റേറ്റ് കാൽക്കുലേറ്റ് നോക്കിയാൽ. അപ്പോൾ ആ രീതിയിൽ സൺ ഡയറക്റ്റ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.